ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 27ാമത്തെ നോമ്പിൻ്റെ അന്ന് സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആകെ ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്നല്ലോ ഒന്ന് കണ്ടോ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അവലും വെള്ളമാണ് കേട്ടോ. നമ്മൾ സാധാ നാടൻ രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊരിയവൽ എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ പാല്, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അവലും വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചെറുപഴം ഉണ്ടല്ലോ അതൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ. നമ്മളെ ശരീരം തണുപ്പിക്കാനൊക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ വയറ് നിറയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ പഴമൊക്കെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഒരു കമ്പി പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ടിയതാണ് കേട്ടോ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് പഴമൊക്കെ ഉടച്ചെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തേങ്ങയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇത് മിക്സാക്കിയിട്ട് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. പാലും അതുപോലെ തന്നെ ഈ പൊരിയവലുണ്ടല്ലോ അതും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ബാങ്ക് കൊടുക്കാൻ നേരത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പാണ് കേട്ടോ ഞാൻ ഈ പാല് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റേ പാക്കറ്റ് പാലില്ലേ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം വേണ്ടവർക്ക് കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ ഞാൻ കുറച്ചൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് വേറെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പാക്കും ഇത് മതി എന്ന് പറഞ്ഞ്, ഉമ്മാക്കും ഇത് മതി പറഞ്ഞ്, ഞാനും പറഞ്ഞു ഇന്ന് ഇത് മാത്രം മതി. പിന്നെ നമ്മൾ വത്തക്ക ഇതൊക്കെ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ ഇത് നമ്മൾ ക്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ പഴവും പാലും ഒക്കെ മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊരിയവലിട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അവൽ മിൽക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നോമ്പ് കാലത്തും അല്ലാത്ത ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ഫ്രൂട്ടി, ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ സാധാ നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സിമ്പിളായിട്ടുള്ള നോമ്പുതുറ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്